കാസർഗോഡ് ബലാൽ പഞ്ചായത്തിന്റെ വികസന പിന്നോക്കാവസ്ഥയുടെ നേർചിത്രമാണ് ബലാലിലെ കമ്മ്യൂണിറ്റി ഹാൾ. പൊതുപരിപാടികൾക്കും സ്വകാര്യ ചടങ്ങുകൾക്കെല്ലാം ജനങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ ഇന്ന് മാലിന്യ സംഭരണ കേന്ദ്രമാണ്. ബലാൽ പഞ്ചായത്തിലെ ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഹാളിനകത്തും പുറത്തുമെല്ലാം മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു. സാധാരണക്കാർ വിവാഹമടക്കമുള്ള ചടങ്ങുകൾക്കും വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗങ്ങൾ നടത്താനുമെല്ലാം ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിറ്റി ഹാളാണിത്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞ് 2022 മുതൽ അടച്ചിട്ട കമ്മ്യൂണിറ്റി ഹാൾ 2023 മുതൽ ഹരിതകർമ്മസേനയുടെ മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. ജനങ്ങൾക്ക് പൂർണ്ണമായും സ്വകാര്യ ഓഡിറ്റോറിയങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണിപ്പോൾ. ബലക്ഷയമാണ് പ്രശ്നമെങ്കിൽ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്ത് ഭരണസമിതി കേട്ടമട്ടില്ല. കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞാൽ ബളാൽ പഞ്ചായത്തിലെ എല്ലാ പരിപാടികളും നമ്മളെ ബളാലിനെ സംബന്ധിച്ച് പല പല പരിപാടികൾ തന്നെ, ചില പണ്ടുള്ള മീറ്റിങ്ങുകളോ കാര്യങ്ങളോ ചെറിയ ചെറിയ കല്യാണങ്ങളോ അങ്ങനെ പല പല കേസുകളും ഇവിടെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പരിപാടികളും നടക്കുന്നില്ല. എല്ലാം വളരെ കൊണ്ട് ഓഡിറ്റോറിയത്തിലും കാര്യത്തിലാണ് പരിപാടികളൊക്കെ. വെറുതെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞ് കെട്ടിയിട്ട് അതിപ്പോൾ ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലമായിട്ട് മാത്രം മാറിയിരിക്കുകയാണ്. പരാതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളൊരു പ്രക്ഷോഭത്തിലേക്കൊക്കെ നീങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഓട്ടോ തൊഴിലാളികൾ സംയുക്തമായിട്ട് ആൾക്കാരും കൂട്ടി പഞ്ചായത്തിലേക്ക് ഒരു പ്രതിഷേധ പരിപാടികളൊക്കെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ട്. 2020 5 ലക്ഷം രൂപ ചെലവഴിച്ച് കമ്മ്യൂണിറ്റി ഹാളിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ ഷീറ്റിട്ട് നിലത്ത് ടൈൽസ് വരച്ച് നവീകരിച്ചിരുന്നു. 2 വർഷത്തിനപ്പുറം കമ്മ്യൂണിറ്റി ഹാൾ അടച്ചുപൂട്ടി. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതി കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതെന്നും സ്വകാര്യ ഓഡിറ്റോറിയങ്ങളെ സഹായിക്കാനായിരുന്നു ഈ നീക്കമെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇപ്പോൾ 3-4 വർഷത്തിന് മുമ്പ് ലക്ഷങ്ങൾ മുടക്കി ഇത് പെയിൻ്റൻസ് നടത്തിയതാണ്. അതിനുശേഷമാണ് ഇതുപോലെ ഈ 16 പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾ ഭീതിയിലാണ് ഈ പ്രദേശത്തെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയോട് ഈ കാര്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് പറയുമ്പോൾ മറ്റെവിടെയും സ്ഥലമില്ല എന്നാണ് പറയുന്നത്. ഇത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ആളുകളുമായുള്ള ഒരു ടൈപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അടച്ചുകൂട്ടിയിട്ടത് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഇപ്പോൾ രാത്രികാലത്ത് പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാളും പരിസരവും മാലിന്യം നിറഞ്ഞ വൃത്തിഹീനമായതോടെ തൊട്ടടുത്തുള്ള ബളാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും പരിസരവാസികളുമെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാലിന്യം കൊണ്ടുവരുന്നത് തടയുന്നതുൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.